നമസ്കാരം. 2025 മെയ് 14 ദേവഗുരുവായ ബൃഹസ്പതിയുടെ, അതായത് ശുഭ്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശി സംക്രമണം നടക്കുകയാണ്. വലിയതും ശുഭകരമായതും ശുക്രരാശിയിലുള്ളതുമായ വ്യാഴത്തിൻ്റെ ഈ മഹാമാറ്റം, മഹാസംക്രമണം 12 കൂറുകാർക്കും ഉൾപ്പെട്ടിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അഥവാ മാറ്റം വിവിധ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 ആണ് വ്യാഴം അഥവാ ബൃഹസ്പതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വ്യാഴ സംക്രമണം മൂലം വിവിധ രാശികളിലും ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ വരുന്നുണ്ട്. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 നിലവിലുള്ള എടവം രാശി മാറി മെയ് 15 പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:30 വ്യാഴം മിഥുനം രാശി വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ വക്രഗതിയിലേക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായാണ് ജ്യോതിഷ സങ്കല്പം. വ്യാഴം മഹാമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവയോഗ്യമാവുന്നു. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ്. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, നിയമം, ഗുരു, ആത്മീയത, മതം, തത്വചിന്ത, സാഹിത്യം, കാര്യങ്ങളുടെ വികാസം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ വ്യാഴം ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ഗ്രഹമായാണ് ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും എല്ലാ രാശിക്കാരിലും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വ്യാഴം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം എത്രത്തോളം ഗുണപരമായ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ശത്രുവായ ബുധരാശിയിൽ വരുന്നത് പോലെ മിഥുന രാശിയിലും വ്യാഴത്തിൻ്റെ അന്തസ്സ് അല്പം നഷ്ടപ്പെടുന്നതായി കാണാം. എന്നാൽ വ്യാഴവും ബുധനും ശുഭഗ്രഹമായി തുടരുന്നതിനാൽ ഈ സംക്രമണം നിർജീവ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വ്യാഴ ബുധ ശത്രുത സൂര്യൻ, ശനി അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ പോലെയുള്ള കടുത്ത ശത്രുതയല്ല. ഇത് വിയോജിപ്പിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ മാത്രം ശത്രുതയാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ശത്രുരാശിയിൽ പോലും ഇതിന് ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. മകരം, കുംഭം എന്നിവയിലെ പോലെ ഇത് പൂർണ്ണമായും ബുദ്ധിമുട്ടുള്ളതോ നിയന്ത്രണാത്മകമോ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും കൂട്ടായ സ്വാധീനം അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രഹം ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ രാജാവോ ഭിക്ഷക്കാരനോ ആക്കുകയില്ല. എന്നാൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം, അതായത് വ്യാഴത്തിൻ്റെ സംക്രമണം, തീർച്ചയായും കൂട്ടായ സ്വാധീനത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നതാണ്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവും ശുഭ്രവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലുള്ള ഒരു വലിയ ഗ്രഹം ഒരു വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂവിഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ നക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷത്തിൽ പ്രഥമ തിഥിയിൽ വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ വ്യാഴത്തിൻ്റെ മഹാസംക്രമണവും പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എടവത്തിലാണ്, എടവം രാശിയിലാണ്. വ്യാഴത്തിൻ്റെ സംക്രമണ കാലയളവ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 2025 മെയ് 14 മിഥുന രാശിയിൽ പ്രവേശിക്കുകയും 2025 ഒക്ടോബർ 18 വരെ അവിടെ തുടരുകയും ചെയ്യും. തുടർന്ന് അത് കർക്കിടകത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് 2025 ഡിസംബർ 5 വീണ്ടും മിഥുന രാശിയിൽ തിരിച്ചെത്തി 2026 ജൂൺ 2 വരെ അവിടെ തുടരുന്നതാണ്. വ്യാഴം മിഥുന രാശിയിലേക്കാണ് സംക്രമം നടത്തുന്നതെങ്കിൽ ഈ വലിയ ഗുരുസ്ഥാനത്തുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുവെന്ന് പറയാം. വ്യാഴത്തിൻ്റെ വക്രഗതി കാലയളവ്, അതായത് പ്രതിലോമ കാലയളവ് 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെ ആകുന്നു. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് അടുത്തായിരിക്കും. അതിനാൽ ഇനി പറയുന്ന ഫലങ്ങൾ ഈ സമയത്ത് കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം വിശ്വാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായതിനാൽ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെയോ പഠിപ്പിക്കലുകളെയോ അതുമല്ലെങ്കിൽ ഗുരുനാഥന്മാരെക്കുറിച്ചോ നാം ചിന്തിക്കേണ്ട സമയമാണ്. മിഥുനത്തിൽ വ്യാഴം ശത്രുസ്ഥാനത്താണ്. അതായത് വ്യാഴവും മിഥുനവും കർത്താവും ബുധൻ ഇരുവരുടെയും ശത്രുവുമാണ്. എന്നാൽ ശത്രുവാണെങ്കിലും വ്യാഴം മിഥുനം ബുധൻ കൂട്ടുകെട്ടിലൂടെ അധ്യാപനം, അറിവ്, നേട്ടവും അറിവ് പങ്കിടലും കൂടാതെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും ഉന്നമനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേട്ടത്തിനും അറിവ് പങ്കിടലിനും ഈ സംക്രമണ സമയം വളരെ മികച്ചതാണ്. അവരവരുടെ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഉദാഹരണമായെടുക്കാം. ചുരുക്കത്തിൽ മിഥുനത്തിൽ വ്യാഴത്തിന് ആളുകളെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. വ്യാഴ സംക്രമണ സമയത്ത് കൂടുതൽ യാത്രകളും യാത്രാനുഭവ ഫലങ്ങളും സിദ്ധിക്കുന്നതുമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമണ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയവിനിമയവും വിവരഫലവും വളരെ ഉയർന്നതായിരിക്കുമെങ്കിലും വിവരപ്രവാഹം വളരെയധികം വേഗത്തിലുള്ളതായിരിക്കും. ഏത് വിവരങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കുകയും നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് വിവരങ്ങളാണ് സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏതാണ് നിരസിക്കേണ്ടത് അഥവാ തള്ളിക്കളയേണ്ടത് എന്നെല്ലാം വളരെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംക്രമണകാലം മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത്
അതിനനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത്. ഇതെല്ലാം വളരെ അഭിലഷണീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദശകൾ. എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മഹാസംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ചെയ്യില്ലെന്ന് ഇതിനർത്ഥമില്ല. ഏകദേശം 13 മാസത്തെ സമയം എല്ലാവർക്കും തന്നെ ചില ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ മതിയായ സമയമാണ്. വ്യാഴം ഓരോ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഫലം നമുക്ക് അതാത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും നൽകുന്നു. വ്യാഴം ഗുരുവാണ്. നമ്മെ ജീവിതാനുഭവങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തരാക്കുന്നു. ഈ വ്യാഴ സംക്രമണത്തിൽ വ്യാഴം മാത്രമല്ല സംക്രമണം ചെയ്യുന്നത്. മെയ് 12 മുതൽ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായും മാറ്റം സംഭവിക്കുന്നത്. മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇതേ സമയം രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലേക്ക് മാറുന്നു. ഈ ഗ്രഹങ്ങളുടെ കൂട്ടായ മാറ്റം എല്ലാ രാശിക്കാർക്കും ആ രാശികളിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അനേകം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് തുലോം വളരെയധികം ഗുണഫലമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ത്രേതായുഗ രാശിയിൽ നിന്നും ദ്വാപരയുഗ രാശിയിലേക്കുള്ള പ്രവേശനം സംഹാര രാശിയായി മിഥുനത്തിൽ വരുന്നു. ശനി തുലാം രാശിയിൽ കൂടെ രാഹുവും വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. നവഗ്രഹങ്ങളിൽ വലുതും സ്ഫടിക സാദൃശ്യവുമായ വ്യാഴത്തിൻ്റെ സ്ഥാനചലനം ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളിലും വിശിഷ്ടമായി മനുഷ്യജീവിതത്തിലും സുഖദുഃഖങ്ങൾ നൽകുന്നു. ഗുരു എല്ലാ ദോഷങ്ങളും പരിഹരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രവചനം. ഗുരു എന്നാൽ വ്യാഴം. ലക്ഷം ദോഷാ ഗുരോഹന്തി എന്നാണ് പ്രമാണം. ജനനായകനായ ഗുരു നിലനിൽപ്പിന് ആധാരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ആഹാരത്തെ ഊർജമാക്കുന്ന വയറിൻ്റെ 5ാം ഭാവകാരക ഗ്രഹമാണ് വ്യാഴൻ. ആദിത്യനാണ് സ്വക്ഷേത്ര ബലവാനെങ്കിലും പ്രവർത്തനക്ഷമതയിൽ ന്യൂനത വരുമ്പോൾ ഗുരു സംഹാരകനായി മാറുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ബലഹീനത സംഭവിച്ചാലും ഗുരുബലമുണ്ടെങ്കിൽ ശുഭഫലം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ജാതകത്തിൽ ധനഭാവം, സന്താനഭാവം, ഭാഗ്യഭാവം, ലാഭഭാവം, കർമ്മഭാവം എന്നിവയുടെ കാരകത്വം ഗുരുവിനാണ്. കാലപുരുഷൻ്റെ ഭാഗ്യഭാവവും വ്യയഭാവവും ഗുരുവിനാണ്. ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഗുരുവിന് കഴിയും. ശനി ഇപ്പോൾ തുലാം രാശിയിൽ രാഹുവിനോട് ചേർന്ന് ന്യായാധിപനെ പോലെ കള്ളത്തിന് കൂട്ടുനിൽക്കാതെ അധർമ്മികളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്നു. ശനി സാവകാശം ഉപദ്രവിക്കുമെങ്കിലും വ്യാഴം പെട്ടെന്ന് നീതി നടപ്പാക്കുന്നു. അതാണ് ഗുരു. ഗുരു ശനി രാഹുബന്ധം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഫലനഷ്ടം രോഗപ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് കർമ്മപഥത്തിലെത്തും. താൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കും. കരൾ രോഗം, പ്രമേഹം, ഓജക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുന്നതായി കാണാം. കൂടാതെ വ്യാഴത്തിന് ബലമില്ലാത്തവർക്കും ഈ സമയത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും കുജനും ഒരുമിച്ച് മിഥുനം രാശിയിൽ നിൽക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം ഈ മഹാസംക്രമണത്തിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി ചോതി നക്ഷത്രത്തിലും വിശാഖത്തിലുമായി സഞ്ചരിക്കുന്നു. രാഹു വിശാഖത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്യുന്നവരാണ്. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്ന ശനിയും രാഹുവും കേതുവും വ്യാഴവും മിഥുനൻ രാശിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ സംക്രമണം, വ്യാഴത്തിൻ്റെ മഹാമാറ്റം ജ്യോതിശാസ്ത്രപരമായി ഒരു മഹാസംക്രമണം തന്നെയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
വ്യാഴം, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ മഹാസംക്രമണം 12 രാശികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2025 വ്യാഴ മഹാസംക്രമണം മിഥുനം രാശിക്കാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിഥുനം രാശി മകയിരം 2ാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ 1/4 ഭാഗം വരെ ജനിച്ചവർക്ക്. ഇവർക്ക് 1ാം ഭാവമാണ് സ്വയം, വ്യക്തിത്വം, ആരോഗ്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. വ്യാഴത്തിൻ്റെ വശങ്ങൾ ചിന്തിച്ചാൽ 5ാം ഭാവമാണ് വിദ്യാഭ്യാസം, പ്രണയം, സർഗാത്മകത. 7ാം ഭാവം കാണിക്കുന്നത് വിവാഹം, ബിസിനസ് പങ്കാളിത്തങ്ങൾ. 9ാം ഭാവം കാണിക്കുന്നത് ഭാഗ്യം, ധർമ്മം, സ്വന്തം വ്യക്തിത്വം, സ്വയം വളർച്ച, സ്വന്തമായി ആസൂത്രണം ചെയ്യൽ, സ്വന്തമായി തീരുമാനങ്ങളെടുക്കുക എന്നിവയെല്ലാം കാണുന്നുണ്ട്. സ്വാധീനം നോക്കുകയാണെങ്കിൽ പരിവർത്തനത്തിൻ്റെയും സ്വയം തിരിച്ചറിവിൻ്റെയും കാലഘട്ടമാണ് ഈ വ്യാഴ സംക്രമണ കാലഘട്ടം. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. പക്ഷേ അമിതമായ വാഗ്ദാനങ്ങൾ നൽകുന്നത് തീർത്തും ഒഴിവാക്കേണ്ടതു തന്നെയാണ്. നിങ്ങളുടെ തുടർന്നുള്ള ബന്ധങ്ങളിലും കരിയറിലും സന്തുലിതാവസ്ഥ വളരെ പ്രധാനമാണ്. ഇനി കരിയറും ബിസിനസ്സും നോക്കുകയാണെങ്കിൽ അംഗീകാരവും വളർച്ചയും വളരെ മുന്നിലാണ്. നേതൃത്വപരമായ കാര്യങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും മികച്ച കാലഘട്ടമാണ് ഈ വ്യാഴസംക്രമണം. സാമ്പത്തിക രംഗം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ പരിവേഷണം ചെയ്യുവാനും വിജയിപ്പിക്കുവാനും സാധിക്കുന്നു. ഇത് കൈവശമുള്ള സ്വത്ത് അല്ലെങ്കിൽ പണം എന്നിവ നിങ്ങൾക്ക് സമർത്ഥമായി നിക്ഷേപിക്കുവാനുള്ള സമയം കൂടിയാണ്. ഇനി ആരോഗ്യരംഗമാണെങ്കിൽ നിങ്ങളുടെ ചൈതന്യം വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. സമ്മർദ്ദം അല്ലെങ്കിൽ കണ്ണുകളുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഇനി വ്യക്തിപരമായ ജീവിതമാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ്. അതായത് വർദ്ധിച്ചിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ മെച്ചപ്പാട് സൃഷ്ടിക്കുന്നു. മിഥുനത്തിൽ 12ൽ നിന്നും വ്യാഴം ജന്മത്തിലേക്ക് വരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് വ്യയത്തിൽ നിന്നാണ് ജന്മത്തിലേക്ക് വരുന്നത്. മിഥുനക്കൂറുകാർക്ക് പുതിയ ജന്മം ഉടലെടുക്കുന്നത് പോലെയാണ് ഈ കാലഘട്ടം. ജീവിതത്തിലൊരു പുതിയ രീതി കണ്ടെത്തുവാൻ സാധിക്കുന്നതായി കാണുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി പുതിയൊരു ഉണർവ് ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിന് 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുള്ളത് വളരെ ഗുണം ചെയ്യുന്നു. വ്യാഴം നിങ്ങളുടെ ചന്ദ്രരാശിയിലേക്കാണ് സംക്രമിക്കുന്നത്. ഇത് ജീവിതത്തിൽ ഒരു പ്രധാന പുരോഗതി കൊണ്ടുവരുന്നു. വ്യാഴം സാധാരണയായി ചന്ദ്രരാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള അസാധാരണമായ ഒരു പുരോഗതി തരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തിപരമായ വികസനം, മെച്ചപ്പെട്ട ജ്ഞാനം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം, ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ശുഭകരമാണ്. വ്യാഴം ശുഭഗ്രഹമായതുകൊണ്ടാണ് നിലവിലുള്ള കുടുംബ, സാമൂഹിക, സാമ്പത്തിക ബന്ധങ്ങൾ, കരിയർ, ജീവിത ലക്ഷ്യങ്ങൾ എന്നിവയിലെല്ലാം വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുന്നത് വളരെ അഭിലഷണീയമായ കാര്യമാണ്. നിങ്ങൾക്ക് ഇടുപ്പിന്, കഴുത്തിന് ഉള്ള ചെറിയ അല്ലറ ചില്ലറ അസുഖ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടാതെ അന്യരുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരിക, പ്രിയജനങ്ങളുടെ വിയോഗം മൂലമുള്ള മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കൽ, കർമ്മമേഖലകളിലുള്ള പ്രവർത്തന വിജയം, നിങ്ങളുടെ മറവി മൂലമുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ എന്നിവ കാണുന്നതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. ഈ വ്യാഴ സംക്രമണ സമയത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ വിജയം കാണുന്നതിനാൽ രാഷ്ട്രീയ പൊതുകാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും നേതാക്കന്മാർക്കും വളരെ നല്ല കാലഘട്ടമാണിത്. ഇഷ്ടജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവം, വഞ്ചന എന്നിവയ്ക്കുള്ള സാധ്യതയുള്ളത് കൊണ്ട് അല്പം ജാഗ്രതയുള്ളത് അഭികാമ്യമാണ്.
വ്യാഴത്തിൻ്റെ 7ാം ഭാവം ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങൾ, വിവാഹ കാര്യങ്ങളിലെല്ലാം തന്നെ പുരോഗതി നേടിത്തരുന്നതായി കാണുന്നു. 10ാം ഭാവം നിങ്ങളുടെ കരിയറിലെ വൈവിധ്യവും സ്ഥിരതയുമാണ് കാണിക്കുന്നത്. ജോലി, ബിസിനസ്, സ്വയം തൊഴിൽ, സിനിമ, കല, സാഹിത്യം, വാണിജ്യം, വ്യവസായം എന്നീ കർമ്മമണ്ഡലങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനേകം ഗുണഫലങ്ങളും നേട്ടങ്ങളും വിജയവുമാണ് നൽകുന്നത്. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വയം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ യഥാർത്ഥ തൊഴിൽ പാത, ജീവിതപാത എന്നിവ മനസ്സിലാക്കുന്ന സമയമാണ് ഈ കാലയളവ്. നിങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസം നൽകുന്നു. യാത്രകൾ ചെയ്യുവാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ, മറ്റുള്ളവർക്ക് അതെല്ലാം പകർന്നു നൽകുവാനും ഈ വ്യാഴസംക്രമണം കാരണമാകുന്നുണ്ട്. ജീവിതത്തിൽ പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് നല്ല സമയമാണ്. മൊത്തത്തിലുള്ള ജീവിതത്തിൽ വിപുലീകരണം കാണാവുന്നതാണ്. വ്യാഴം ദാമ്പത്യവും കുടുംബത്തിൻ്റെ ആഭിമുഖ്യവും നേടിത്തരുന്ന ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ 5ാം ഭാവം നിങ്ങളുടെ നിലവിലുള്ള ജീവിത പാതയിൽ നിന്നും ഉള്ള വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുടക്കം അനുഭവയോഗ്യമാകുന്നതാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുന്ന സമയമാണ്. മുതിർന്നവരുടെയും ജീവിതാനുഭവ ജ്ഞാനമുള്ളവരുടെയും വാക്കുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ ഗുണം ചെയ്യുന്നതാണ്. വ്യാഴം ഗുരുസ്ഥാനത്തുള്ളതുകൊണ്ടു തന്നെ ഒരു ഗുരു അല്ലെങ്കിൽ ഗുരുതുല്യനായ ഒരാളുടെ സാന്നിധ്യം മൂലം നിങ്ങളുടെ തുടർ ജീവിതത്തിൽ അഭിവൃദ്ധി വരുന്നതായാണ് കാണുന്നത്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് അനേകം ശുഭഫലാർഹമായ നേട്ടങ്ങളാണ് കൊണ്ടുതരുന്നത്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട്, മറ്റുള്ളവരുടെ കർമ്മം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ദോഷം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. മിഥുന രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഈ വ്യാഴ സംക്രമണ കാലം എന്ന് പറയുന്നതിലും തെറ്റില്ല. ലങ്കാരാജനായിരുന്ന രാവണൻ്റെ തല ഛേദിച്ച സമയമാണ് 12-ൽ വ്യാഴം. ദ്വാദശേ രാവണോ ഹന്തി. അതായത് ഈ സമയം ശ്രദ്ധിക്കേണ്ട സമയമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ദാമ്പത്യ സുഖം വളരെ കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ വഴിയുള്ള കാര്യസാധ്യം കാണുന്നു. തൊഴിൽപരമായ കോഴ്സുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നതായിരിക്കും. കൂടാതെ സാംസ്കാരിക രംഗത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നു. ഇനി ഉത്തമ വിവാഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ വ്യാഴ സംക്രമണ കാലത്ത്. കൂടാതെ പഠനരംഗം ശോഭിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ദൂരദേശയാത്ര, ഇഷ്ടജന സമ്പർക്കം എന്നിവ അനുഭവയോഗ്യമാകുന്ന സമയമാണ്. എന്നാൽ ഈ വ്യാഴ സംക്രമണ കാലയളവുകളിൽ അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. വാതഞരമ്പു രോഗങ്ങൾ മൂലമുള്ള കഷ്ടപ്പാടുകൾ, കൂടാതെ നിങ്ങൾ സാഹസ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നതോ കലാകായിക പ്രവൃത്തികളിൽ പങ്കെടുക്കുന്നതോ ഗുണകരമായിട്ടാണ് കാണുന്നത് എങ്കിലും അല്പം ജാഗ്രതയുള്ളത് നന്നായിരിക്കും. വ്യാഴം ശുഭകാരകനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് തൊഴിലിനുള്ള സാധ്യത, നിങ്ങളുടെ സഹോദരങ്ങളുമായോ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായോ ഉണ്ടായിരുന്ന അകൽച്ച മാറുന്നു. സൗന്ദര്യപ്പിണക്കങ്ങൾ മാറുന്നു. മേലധികാരികളിൽ നിന്നും അംഗീകാരം കിട്ടുവാനുള്ള സാധ്യതയും ഈ വ്യാഴ സംക്രമണ കാലയളവിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാണ്. ഈ വ്യാഴമാറ്റക്കാലത്ത് മിഥുന രാശിക്കാർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ ജാഗ്രതയോടുകൂടി ഇത് ശ്രവിക്കുന്നതും ഗുണഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ കാലയളവിൽ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളി തോന്നി എന്ന് പറയുന്നത് പോലെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടു തന്നെയാണ് ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ടുന്നതും. നിങ്ങൾക്ക് വിവാഹലാഭം, ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കാനും വിജയിക്കുവാനുമുള്ള സാധ്യതയാണ്. വിദേശയാത്ര,
പണമിടപാടുകളിൽ കൂടി വളരെയധികം ഉണ്ടാകുന്ന നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവയും അനുഭവയോഗ്യമാണ്. അന്യദേശത്തു നിന്നും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. നിങ്ങൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം പ്രാപ്തമാവുന്ന സമയമാണ്. തൊഴിൽ, ബിസിനസ്, എല്ലാ കർമ്മരംഗങ്ങളിലുമുള്ള ഒരു സമൂലമായ പരിവർത്തനവും അഭിവൃദ്ധിയുമാണ് ഈ വ്യാഴ സംക്രമണ കാലയളവിൽ കാണുന്നത്. നിങ്ങൾക്ക് സജ്ജന ഗുണം വർദ്ധിക്കുന്ന സമയമാണ്. അതായത് ഗുണമുള്ള ആളുകളുമായുള്ള നിരന്തരമായ സമ്പർക്കത്തിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സുഖാനുഭവങ്ങളും വിവിധങ്ങളായ അഭിവൃദ്ധിയും പുരോഗതിയും വന്നുചേരുന്നു. മിഥുനം രാശിക്കാരായ നക്ഷത്രജാതർ, അതായത് മകയിരം 2ാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ 1/4 ഭാഗം വരെ ജനിച്ചവർ വ്യാഴപ്രീതികരങ്ങളായ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും, അതും വ്യാഴാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ബഹുവിശേഷമായി ത്രിമധുരം വഴിപാട് നടത്തുന്നതും സുദർശന പുഷ്പാഞ്ജലി നടത്തുന്നതും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വളരെ ഉത്തമവും, എന്നാൽ നിങ്ങൾ ഈ വ്യാഴമാറ്റക്കാലത്ത് നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം ജന്മക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്നതും ആവശ്യമെങ്കിൽ വൈദ്യോപദേശവും ചികിത്സയും കർശനമായി തന്നെ പിന്തുടരേണ്ടതും അത്യാവശ്യമാണെന്ന് പറയാം. വാതം, രക്തസമ്മർദ്ദം തുടങ്ങിയ ദീർഘകാല രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. നിർദ്ദേശിച്ചിട്ടുള്ള വഴിപാടുകൾ നടത്തുക വഴി ദൈവാധീനകാരകനായ വ്യാഴം പ്രീതിപ്പെടുന്നതും ദോഷഫലങ്ങളെല്ലാം തന്നെ മാറുന്നതുമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.